സംസ്ഥാനത്ത് ആശങ്കയായി അമീബിക് മസ്തിഷ്ക ജ്വരം പടരുന്നു. രോഗകാരിയായ അമീബകളുടെ സാന്നിധ്യം വെള്ളത്തിലും ചെളിക്കും പുറമെ അന്തരീക്ഷത്തിലും കണ്ടെത്തിയതാണ് ആശങ്കയ്ക്ക് കാരണമാകുന്നത്. സംസ്ഥാനത്ത് ഇതുവരെ സ്ഥിരീകരിച്ച അമീബിക് മസ്തിഷ്ക ജ്വര കേസുകളിൽ ഭൂരിഭാഗവും അക്കാന്ത അമീബ കാരണമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ സാന്നിധ്യമാണ് അന്തരീക്ഷത്തിലും കണ്ടെത്തിയിരിക്കുന്നത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലെ അമീബയാണ് രോഗകാരണമെന്നായിരുന്നു ഇതുവരെയുള്ള കണ്ടെത്തൽ. എന്നാൽ ഇപ്പോൾ വീടുകളിൽ കുളിച്ചവർക്കും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടാതെ രോഗകാരണമായ അമീബകളെ പൈപ്പ് വെള്ളത്തിലും കണ്ടെത്തിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ക്ലോറിനേറ്റ് ചെയ്യാത്ത വെള്ളത്തിന്റെ ഉപയോഗം അപകടകരമാണെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. അതേസമയം രോഗകാരികളായ അമീബയുള്ള വായു ശ്വസിച്ചാൽ രോഗമുണ്ടാകുമെന്നതിന് നിലവിൽ ശാസ്ത്രീയ തെളിവുകളില്ല എന്നത് ആശ്വാസകരമാണ്. അന്തരീക്ഷത്തിലുള്ള അമീബ ജലകണങ്ങളുമായി ചേർന്ന് ശരീരത്തിലെത്തുമ്പോഴാണ് രോഗം ബാധിക്കുന്നത്. കുളിക്കുമ്പോൾ ജലത്തിലൂടെയാണ് അമീബ മൂക്കിൽ പ്രവേശിക്കുന്നത്. അക്കാന്തയ്ക്ക് പുറമെ സാപ്പിനിയ, ബാലമുത്തിയ, വെർമബീബ എന്നിവയും അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്നുണ്ട്. സംസ്ഥാനത്ത് ഈ വർഷം ഇതുവരെ 66 പേർക്കാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. ഇതിൽ 17 പേരാണ് മരിച്ചത്. ഈ മാസം രോഗം സ്ഥിരീകരിച്ച 19 രോഗികളിൽ 7 പേരും മരിച്ചു. നിലവിൽ കോഴിക്കോട്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകളിലായി 15ഓളം രോഗികളാണ് ചികിത്സയിൽ കഴിയുന്നത്.